ഈ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും ഇവിടെ ഇല്ല. അതൊക്കെ ഈ ചെറിയ കാലത്തുള്ള പരീക്ഷണങ്ങളാണ്. ഞെരുക്കം കൊണ്ടോ രോഗം കൊണ്ടോ അള്ളാഹു ഒരാളെ നിസ്സാരപ്പെടുത്തി ഇത് വിചാരിച്ചൂടാ. അങ്ങനെ വിചാരിക്കുന്നവൻ ഈമാനില്ലാത്തവനാണെന്നാണ് ഖുർആൻ പറയുന്നത്. റബ്ബിയഹാനൻ, പ്രയാസം വരുമ്പോൾ അല്ലാഹ് എന്നെ നിന്ദിച്ചു എന്ന് പറയുന്നവൻ ഈമാനില്ലാത്ത മനുഷ്യനാണ്. ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷണം ഏതൊക്കെ നിലക്കുണ്ട് ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പെൺകുട്ടികളില്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺകുട്ടികളില്ല, സുബ്ഹാനല്ലാഹ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ആൺകുട്ടിയുമില്ല പെൺകുട്ടിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ജനിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികൾ മുഴുവനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോ, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള അതേ അല്ലാഹുവിന്റെ മുർസലീങ്ങളായ മഹാന്മാർക്ക് പോലും ഇവിടെ ഈ ഭൂമിലോകത്ത് അതാ നമ്മൾ വിചാരിക്കും പോലെ കുട്ടീനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് കുറെ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരാൾ നല്ല ആളാണെന്ന് വരുമോ? അതും വരൂല. എല്ലാ കാര്യങ്ങളും പടച്ചവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അധികാരം ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മലക്കിനുമില്ല, ഒരു ഭരണാധികാരിക്കുമില്ല. അല്ലാഹുവിന് മാത്രമാണ് അധികാരം.